എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടായിട്ട് രോഗങ്ങളും ദുരിതങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് പോണം മഹാദേവാന്ന് പ്രാർത്ഥിക്കാം. കുളിച്ചില്ലെങ്കിലും കാലത്തെ ഭക്ഷണം തൊട്ട് ഒരു 10 മിനിറ്റ് നാമം ജപിക്കണം. കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് പനിയാണെന്ന് പറഞ്ഞ് 16 ദിവസം വീട്ടിലിരിക്കരുത്. പുലി ഉണ്ടെങ്കിലും നാമജപം മുടക്കാൻ പാടില്ല. ഋതുവായാൽ പോലും നാമജപം മുടക്കാൻ പാടില്ല. ഋതുവായ പെണ്ണിനൊരപ്പനുദാഹകനുപതി തന്നു ഭക്തിയ ജനം ചെയ്തു ഗോസുരരും ഹരിനാമകീർത്തനമിതൊരു നാളുമാർക്കുമുടൻ ഹരിതാത്തതല്ല ഹരി നാരായണായ നമ. ഋതുവായാൽ പോലും നാമജപം മുടക്കാൻ പാടില്ല. അപ്പോൾ ഭംഗിയായിട്ടൊക്കെ നാമം ജപിച്ചാൽ കുടുംബത്തിൽ ദുരിതങ്ങളുണ്ടാവില്ല. ജ്യോത്സ്യന്മാർക്കും ശാന്തിമാർക്കും ഒക്കെ കൊണ്ടുവന്ന് കാശ് കൊടുക്കണ്ട. ഇപ്പോൾ നാമജപം കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ചീട്ടെടുക്കാൻ കാലത്തെ പോകും. ഉച്ച വരെ ഇരുന്ന് നല്ല നാമജപം ഇരിക്കും. വീട്ടിൽ നാമം ചെല്ലാത്തവർ ഹോസ്പിറ്റലിൽ പോയി ചൊല്ലേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റലിലൊക്കെ നല്ല ഉയർച്ചയാണ് അല്ലേ? ഈ 6 മാസം കഴിയുമ്പോൾ ഒന്ന് പോയി ഹോസ്പിറ്റലിലൊന്ന് പോയി നോക്കിയാൽ ഒരു നിലയെ കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടംമാരോ റൂമുകളും പറഞ്ഞിട്ടില്ല. നമ്മുടെ കാശാണ്. അപ്പം നമ്മൾ അവരും അവിടെ നിന്ന് പറയും ഡോക്ടർമാർ അപ്പുറത്തേക്ക് പ്രാർത്ഥിച്ചോണ്ടാന്ന് പറയും അല്ലേ? ഓപ്പറേഷൻ അവിടെ കയറ്റിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് നാമം ജപിച്ചോട്ടാന്ന് പറയും. അതുപോലെ തന്നെയാണ് വീട്ടിൽ നാമം ജപിക്കാം. കുറേ ദുരിതങ്ങളൊക്കെ പോകണം. മഹാദേവാന്ന് പ്രാർത്ഥിക്കാം. നാവ് കുഴയാതെ നാമം ജപിക്കാൻ സാധിക്കണം. ഭഗവാനെ പ്രാർത്ഥിക്കാം. കയ്യിലില്ലേ തലക്കൊഞ്ഞ് പ്രാർത്ഥിക്കാം. രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മേടിക്കണ്ടെങ്കിൽ ഇട്ടാം. ഇട്ടേ